നമസ്തേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 4 ആണ്. അവസാനത്തെ യൂണിറ്റ് ആണ്. അതിലും വരുന്നത് കുറച്ച് നല്ല സുഭാഷിതങ്ങളാണ്. ആദ്യം വരുന്നത് മനുസ്മൃതിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സുഭാഷിതമാണ്. ഇത് പലതരത്തിൽ വ്യാഖ്യാനിച്ച് പലതരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സുഭാഷിതമാണ്. അപ്പോൾ അതിനെ എടുക്കേണ്ടത് അതിൻ്റെതായ നല്ല അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സുഭാഷിതമാണ്. ആദ്യത്തെ പറയുന്നത് നാരീണാം ആദരഹ കാര്യ ഏവ. സ്ത്രീകളുടെ ആദരം ചെയ്യേണ്ടത് തന്നെയാണ്, അതായത് സ്ത്രീകളെ ആദരിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നതാണ്. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ. യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ യത്രൈതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്ര ഫലാക്രിയാഹ. യത്ര യാതൊരിടത്താണോ, യാതൊരു കുലത്തിലാണോ അല്ലെങ്കിൽ യാതൊരു ഗൃഹത്തിലാണോ നാര്യഹാത്തു സ്ത്രീജനങ്ങളെ പൂജ്യന്തേ പൂജിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ ആദരിക്കപ്പെടുന്നത് തത്ര അവിടെ. ഇപ്പൊ എത്ര എവിടെയാണോ, തത്ര അവിടെ. ഇപ്പോൾ എവിടെയാണോ സ്ത്രീജനങ്ങൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതാഹ രമന്തേ, ദേവതകൾ രമന്തേ പ്രസന്നരാകുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ സംപ്രീതരാകുന്നു. അപ്പോൾ എവിടെയാണോ, യാതൊരു കുലത്തിലാണോ സ്ത്രീജനങ്ങൾ ആദരിക്കപ്പെടുന്നത് അവിടെ ആ കുലത്തിൽ ദേവതാഹ ദേവതകൾ പ്രസന്നരാകുന്നു, സംപ്രീതരാകുന്നു. യത്ര തു ഏതാഹ ന പൂജ്യന്തേ. എവിടെയാണോ ഈ സ്ത്രീകൾ പൂജിക്കപ്പെടാതിരിക്കുന്നത്, ആദരിക്കപ്പെടാതിരിക്കുന്നത് തത്ര അവിടെ സർവാഹ ക്രിയാഹ അഫലാഹ ഭവന്തി. എല്ലാ ക്രിയകളും എല്ലാ പ്രവൃത്തികളും അഫലങ്ങളായി നിഷ്ഫലങ്ങളായി തീരുന്നു. എന്താണ്? യാതൊരു കുലത്തിലാണോ സ്ത്രീജനങ്ങളെ ആദരിക്കുന്നത് ആ കുലത്തിൽ ദേവതകൾ സംപ്രീതരാകുന്നു. എവിടെയാണോ സ്ത്രീകളെ പൂജിക്കാതിരിക്കുന്നത് അവിടെ ചെയ്യുന്ന എല്ലാ ക്രിയകളും പ്രവൃത്തികളും ഫലമില്ലാത്തതായി തീരുന്നു. ആ കുലം തന്നെ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത സുഭാഷിതവും മനുസ്മൃതിയിലെ തന്നെയാണ്. ഈ യൂണിറ്റിൽ വരുന്നതെല്ലാം മനുസ്മൃതിയിലെ സുഭാഷിതമാണ്. പിന്നെ വരുന്നത് യാജ്ഞവൽക്യ സ്മൃതി, സ്മൃതികളിലെ സുഭാഷിതങ്ങളാണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ സുഭാഷിതം നോക്കാം. കുലസ്ത്രീണാം ദുഃഖേ കുലനാശഃ സംഭവേത്. കുലസ്ത്രീകളുടെ, അതായത് ഒരു കുലത്തിന് വേണ്ടതായ, ഒരു ഗൃഹത്തിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ കുലത്തിന്റെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ ദുഃഖത്തിൽ ആ സ്ത്രീകൾ ദുഃഖിക്കുകയാണെങ്കിൽ കുലനാശഃ സംഭവേത്, ആ കുലം, ആ ഗൃഹം മുടിഞ്ഞു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. ശോചന്തി ജാമയോ യത്ര വിനശ്യത്യാശു തത്കുലം ന ശോചന്തി തു യത്രൈത വർദ്ധതേ തദ്ധി സർവദാ. യത്ര ജാമയഃ ശോചന്തി, യാതൊരു കുലത്തിലാണോ, ജാമയഃ എന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങൾ, ശോചന്തി ദുഃഖം അനുഭവിക്കുന്നത്, തത്കുലം ആ കുലം അല്ലെങ്കിൽ ആ വംശം, ആശു എന്ന് പറഞ്ഞാൽ ശീഘ്രം പെട്ടെന്നു തന്നെ, വിനശ്യതി നശിച്ചു പോകുന്നു. എത്ര തു ഏതാഹ ന ശോചന്തി, എവിടെയാണോ ഈ സ്ത്രീകൾ, ഈ കുലസ്ത്രീകൾ, ന ശോചന്തി ദുഃഖിക്കാതിരിക്കുന്നത്, സന്തോഷിക്കുന്നത്, തത് ആ കുലം,
ഹി സർവദാ വർദ്ധത്തെ, ആ കുലമാകട്ടെ എല്ലായ്പ്പോഴും എപ്പോഴും വർദ്ധത്തെ വർദ്ധിക്കുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ യാതൊരു കുലത്തിലാണോ സ്ത്രീകൾ ദുഃഖം അനുഭവിക്കുന്നത് ആ കുലം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. യാതൊരു കുലത്തിലാണോ സ്ത്രീകൾ ദുഃഖം അനുഭവിക്കാതിരിക്കുന്നത്, സന്തുഷ്ടരായിരിക്കുന്നത്, ആ കുലം എപ്പോഴും വർധനവിനെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ സ്ത്രീജനങ്ങളുടെ ദുഃഖം എന്തായിത്തീരുന്നു? കുലത്തിന് തന്നെ നാശമായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മനുസ്മൃതിയിലെ സുഭാഷിതമാണ്. കുലസ്ത്രീണാം ദുഃഖേ കുലനാശഃ സംഭവേത്. ഇതേ തന്നെ പറയുന്ന സുഭാഷിതം അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ടെക്സ്റ്റില്. അടുത്ത സുഭാഷിതം നോക്കാം. മനുസ്മൃതിയിലെ തന്നെയാണ്. യത്ര ദമ്പത്യോഹോ പരസ്പരാനുരാഗഃ വർത്തതേ തദ്ഗൃഹം മംഗളപൂർണം ഭവതി. യാതൊരു കുലത്തിലാണോ, എവിടെയാണോ ദമ്പതികളുടെ പരസ്പര അനുരാഗം, അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര അനുരാഗം ഉള്ളത്, അവിടെ ആ കുലത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളപൂർണമായിരിക്കും. സന്തുഷ്ടോ ഭാര്യയാ ഭർത്ര ഭാര്യ തദൈവ ച യസ്മിന്നേവ കുലേ നിത്യം കല്യാണം തത്ര വൈ ധ്രുവം. യസ്മിൻ കുലേ, യാതൊരു കുലത്തിലാണോ അല്ലെങ്കിൽ യാതൊരു വംശത്തിലാണോ ഭാര്യയാ ഭർത്താ സന്തുഷ്ട, ഭാര്യയാൽ ഭർത്താവ് സന്തുഷ്ടനായിരിക്കുന്നത്, തഥാ ഏവ അപ്രകാരം തന്നെ ഭർത്ര ഭാര്യാച, ഭർത്താവിനാൽ ഭാര്യയും സന്തുഷ്ടയായിരിക്കുന്നത്, തത്ര അവിടെ ആ കുലത്തിൽ അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ നിത്യം കല്യാണം ധ്രുവം, ആ കുലത്തിലാകട്ടെ അല്ലെങ്കിൽ ആ ഗൃഹത്തിലാകട്ടെ നിത്യം എല്ലായ്പ്പോഴും കല്യാണം, മംഗളം, നല്ല കാര്യങ്ങൾ, ധ്രുവം തീർച്ചയാണ്. അപ്പോൾ യാതൊരു കുലത്തിലാണോ ഭാര്യയാൽ ഭർത്താവ് സന്തുഷ്ടനായിരിക്കുന്നത്, അതുപോലെ തന്നെ അപ്രകാരം തന്നെ ഭർത്താവിനാൽ ഭാര്യയും സന്തുഷ്ടയായിരിക്കുന്നത്, ആ കുലത്തിൽ എപ്പോഴും മംഗളകാര്യങ്ങൾ സംഭവിക്കുമെന്നത് തീർച്ച തന്നെ എന്നാണ് സുഭാഷിതത്തിൽ പറയുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ പങ്കിടുന്ന ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് ആ സുഭാഷിതത്തിൽ അർത്ഥമാക്കുന്നത്. അടുത്തത് യാജ്ഞവൽക്യ സ്മൃതിയിലെ സുഭാഷിതമാണ്. അന്യാൻ സർവാൻ ഭോജയിത്വൈവ ഗൃഹസ്ഥേന ഭോക്തവ്യം. ഒരു ഗൃഹസ്ഥാശ്രമി, ഗാർഹസ്ഥ്യം അനുഭവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഗൃഹനാഥൻ എങ്ങനെ ചെയ്യണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് പറയുന്നതാണ്. അന്യാൻ സർവാൻ, മറ്റുള്ള എല്ലാവരെയും, ഭോജയിത്വേവ ഭുജിപ്പിച്ചതിന് ശേഷം, മറ്റുള്ളവർക്കെല്ലാം ഭോജനം നൽകിയ ശേഷം, അവർ ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഗൃഹസ്ഥേന ഭോക്തവ്യം, ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ആൾ, ഗൃഹനാഥനായിട്ടുള്ള ആൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ബാലാൻ സ്വവാസിനീം വൃദ്ധാൻ ഗർഭിണ്യാതുരകന്യകാഃ സംഭോജ്യാതിഥി വൃത്യാംശ്ച ഗൃഹസ്ഥ ശിഷ്ടഭുക്ഭവേത്. ബാലാൻ, ബാലകന്മാർ, കുട്ടികളെയും സ്വവാസിനീം വൃദ്ധാൻ, സ്വവാസിനീം പിതാവിൻ്റെ വീട്ടിലേക്ക് വന്നതായ ഭർതൃമതിക്കും, അതായത് ഭർത്താവിൻ്റെ ഗൃഹത്തിൽ നിന്നും പിതൃഗൃഹത്തിൽ വന്നതായ വിവാഹിതയായ സ്ത്രീക്കും, വൃദ്ധാൻ വൃദ്ധരെയും വൃദ്ധന്മാർക്കും, ഗർഭിണ്യാതുരകന്യകാഃ ഗർഭിണികൾ, ആതുരാഹ എന്ന് പറഞ്ഞ രോഗികൾ, കന്യകാഹ കന്യകമാർ എന്നിവർക്കും, അതിഥി ഭൃത്യാഞ്ച അതിഥികൾക്കും, ഭൃത്യന്മാർക്കും ജോലിക്ക് സഹായിക്കുന്ന സഹായികൾക്കും, ച സംഭോജ്യ ഇവർക്കെല്ലാം ഭക്ഷണം നൽകിയ ശേഷം അല്ലെങ്കിൽ ഇവരെ എല്ലാം ഭക്ഷിപ്പിച്ച ശേഷം മാത്രമേ
ഗൃഹസ്ഥഃ ശിഷ്ടഭുക് ഭവേത്. അപ്പോൾ കുട്ടികൾക്ക്, പിതൃഗൃഹത്തിൽ വന്നതായ ഭർതൃമതികൾക്ക്, വൃദ്ധന്മാർക്ക്, ഗർഭിണികൾക്ക്, രോഗികൾക്ക്, കന്യകമാർക്ക്, അതിഥികൾക്ക്, ഭൃത്യന്മാർക്ക് ഇവർക്കെല്ലാം ഭക്ഷണം നൽകിയ ശേഷം മാത്രമേ ഗൃഹസ്ഥൻ അവശേഷിക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഇവരൊക്കെല്ലാം നൽകിയ ശേഷം അവശേഷിക്കുന്ന ഭക്ഷണമാണ് ഗൃഹസ്ഥനായിട്ടുള്ള, ഗൃഹനാഥനായിട്ടുള്ള ഒരാൾ ഭക്ഷിക്കേണ്ടത്. അതായത് ഗൃഹസ്ഥൻ ആദ്യ പരിഗണന നൽകേണ്ടത് കുട്ടികൾക്കും, തൻ്റെ ഗൃഹത്തിൽ വന്നെത്തിയുള്ള ഭർതൃമതിയായ സ്ത്രീക്കും, വൃദ്ധന്മാർക്കും, അതുപോലെ ഗർഭിണികൾ, രോഗികൾ, കന്യകമാർ, അതിഥികൾ, പിന്നെ തൻ്റെ തന്നെ ഭൃത്യന്മാർ എന്നിവർക്കാണ്. ഇവർക്കെല്ലാം ഭക്ഷണം നൽകിയ ശേഷം അവരെല്ലാം ഭുജിച്ച ശേഷം ശേഷിക്കുന്ന ഭക്ഷണം മാത്രമേ ഗൃഹനാഥൻ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. അടുത്ത സുഭാഷിതം. ധർമ്മസമ്പാദനോപായഃ കഃ ഇതി വിശദയതി. ധർമ്മത്തെ, നല്ല കാര്യങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്, നല്ല ആചാരങ്ങളെ. അപ്പൊ ധർമ്മത്തെ സമ്പാദിക്കുവാനുള്ള ഉപായം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. അത് യാജ്ഞവൽക്യ സ്മൃതിയിലെ സുഭാഷിതമാണ്. അഹിംസ സത്യമസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹഃ ദാനം ദയാ ദമ ക്ഷാന്തി സർവേഷാം ധർമ്മസാധനം. അഹിംസ സത്യം അസ്തേയം. അഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസ തന്നെ, ഹിംസ ഇല്ലാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ വധിക്കാതിരിക്കുക. സത്യം, സത്യസന്ധത. അസ്തേയം, മറ്റുള്ളവരുടെ ദ്രവ്യങ്ങളെ അപഹരിക്കാതിരിക്കുക. ശൗചം, ശുചിത്വം. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. ദാനം, ദാനശീലം. ദയ, കാരുണ്യം. ദമഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ മറ്റ് പുറത്തുള്ളതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള കഴിവ്. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമ. സർവേഷാം, എല്ലാ ജനങ്ങൾക്കും. ധർമ്മസാധനം, ധർമ്മത്തെ സാധിക്കുവാനുള്ള ഉപായങ്ങളാകുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ധർമ്മത്തെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസയില്ലായ്മ, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. സത്യം, സത്യസന്ധത. അസ്തേയം, മറ്റുള്ളവരുടെ സാധനങ്ങൾ, ദ്രവ്യങ്ങൾ അപഹരിക്കാതിരിക്കുക. ശൗചം, ശുചിത്വം. ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ ജയിക്കൽ. ദാനം, ദാനശീലം. ദയ, കാരുണ്യം. ദമഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലാത്ത കാര്യങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കൽ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള കഴിവ്. ക്ഷാന്തി, ക്ഷമ. ക്ഷാന്തി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷമയാണ്. ഇവയെല്ലാമാണ് ഒരു പുരുഷന് ധർമ്മത്തെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങൾ. ധർമ്മസമ്പാദനത്തിലുള്ള ഉപായങ്ങൾ ഇവയൊക്കെയാണ്. ഏതൊക്കെ? അഹിംസ, സത്യം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ദാനം, ദയ, ദമഃ, ക്ഷാന്തി. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസയില്ലായ്മ. സത്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അസ്തേയം, മറ്റുള്ളവരുടേതൊന്നും മോഷ്ടിക്കാതിരിക്കുക. ശുചിത്വം പാലിക്കുക. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുവാനുള്ള കഴിവ്. ദാനം ചെയ്യുക. ദയാശീലത. ദമഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ പുറത്തുള്ളതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും അവയെ അടക്കി നിർത്തുവാനുള്ള കഴിവ്. പിന്നെ ക്ഷമ. ഇവയാണ് ഒരു മനുഷ്യന് ധർമ്മത്തെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ യൂണിറ്റ് 4 ഇത്രയും സുഭാഷിതങ്ങളാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.